എല്ലാവർക്കും നമസ്കാരം. എയ്സാപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കേട്ടറ്റിൽ ധാരാളമായി നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ വരികൾ തന്നിട്ട് ഇതാരുടേതാണ്, അല്ലെങ്കിൽ ആത്മകഥയുമായി ബന്ധപ്പെട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മേഖലകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ വരും കേട്ടറ്റിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ചയിൽ. ഏത് കാവ്യത്തിലെ വരികളാണ് ഇത് എന്നാണ് ചോദ്യം. യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ചയിൽ. ഏത് കാവ്യത്തിലെ വരികൾ? ഉത്തരം വരുന്നത് ലീലയാണ്. യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ചയിൽ. ഏത് കാവ്യത്തിലെ വരികളാണിത് എന്നാണ് ഉത്തരം. ലീല, കുമാരനാശാൻ്റെ ലീല എന്നുള്ള കാവ്യത്തിലെ വരികളാണിത്. നളിനി, വീണപൂവ്, ചിന്താവിഷ്ടയായ സീത, ലീല തുടങ്ങിയ കാവ്യങ്ങൾ കുമാരനാശാൻ്റേതാണ്. നളിനിയിലെ വരികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. അടുത്തത് വീണപൂവിലെ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. അടുത്തത് ചിന്താവിഷ്ടയായ സീത. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വരി തന്നിട്ട് ഇതാരുടേതാണ്, ഏത് കാവ്യത്തിലേതാണ് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിൻ്റെ ഉത്തരം കുമാരനാശാൻ്റെ ലീല എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണിത്. മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള പ്രതിപാദ്യവും കുമാരനാശാൻ്റെ ലീലയിലാണ്. അപ്പോൾ പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെ ആത്മകഥയാണ്? തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് എന്നുള്ള ആത്മകഥ ആരുടേതാണ്? സി രാധാകൃഷ്ണൻ്റെ ആത്മകഥയാണ് തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത്. ആത്മകഥയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ആത്മകഥയ്ക്കൊരാമുഖം എന്ന ആത്മകഥ ആരുടേതാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. അപ്പോൾ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെ ആത്മകഥ? സി രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മധുമക്ഷിക എന്ന കവിത ഏത് കവിയെക്കുറിച്ച് വൈലോപ്പിള്ളി രചിച്ചതാണ്? അപ്പോൾ വൈലോപ്പിള്ളി രചിച്ച ഒരു കവിതയാണ് മധുമക്ഷിക എന്ന് പറയുന്നത്. മധുമക്ഷിക എന്ന കവിത ഏത് കവിയെക്കുറിച്ച് വൈലോപ്പിള്ളി രചിച്ചതാണ് എന്നുള്ളതാണ്. പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് വൈലോപ്പിള്ളി എഴുതിയിട്ടുള്ള കവിതയാണ് മധുമക്ഷിക എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കാണാറുണ്ട്. നിർണായകമായ ഒരു കേട്ടറ്റ് പരീക്ഷയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പരീക്ഷ വിജയിച്ചാൽ സർവീസിലുള്ളവർക്കും അതുപോലെ തന്നെ അടുത്ത LP-UP നോട്ടിഫിക്കേഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് തൊട്ടു മുൻപിലുള്ള ഒരു കേട്ടറ്റാണ് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. വളരെ കേട്ടറ്റിന് സാധ്യത പുലർത്തുന്ന ചോദ്യങ്ങൾ എയ്സാപ്പിലൂടെയും എയ്സിൻ്റെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ കേട്ടറ്റ് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ആരുടെ കവിതയാണ്? ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ആരുടെ കവിതയാണ്? ഉത്തരമായി വരുന്നത് റഫീഖ് അഹമ്മദാണ്. റഫീഖ് അഹമ്മദിൻ്റെ കവിതയാണ് ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ. അങ്ങനെയെങ്കിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നുള്ള കവിത ആരുടേതാണ്? അപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നുള്ള കവിത എഴുതിയത് കുമാരനാശാനാണ്. ആശാന്റെ ആത്മാംശം ഉൾക്കൊള്ളുന്ന കവിതയാണ് ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ. ഇവിടെ നമ്മൾ ഏറ്റവും വേഗത്തിൽ കൂടുതൽ ചോദ്യങ്ങളെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹാസ്യരസത്തിൻ്റെ നിറം ഏതാണ്? ഹാസ്യം, കഥകളിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഹാസ്യ രസത്തിൻ്റെ നിറം ഏത്? നവരസങ്ങളാണുള്ളത് എന്ന് നമുക്കറിയാം. ശൃംഗാരം, വീരം, കരുണം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇതിൽ ഹാസ്യം എന്നുള്ള രസത്തിൻ്റെ നിറം ഏതാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ നിറമായി വരുന്നത്, ഉത്തരമായി വരേണ്ടത് വെളുപ്പാണ്. ഹാസ്യരസത്തിൻ്റെ നിറം ഏതാണ് എന്ന് ചോദിച്ചാൽ വെളുപ്പാണ്. ശൃംഗാരത്തിൻ്റെ നിറമാണ് പച്ച. അടുത്ത ചോദ്യം. കാരകമില്ലാത്ത വിഭക്തി ഏതാണ്? കാരകം ഇല്ലാത്ത വിഭക്തി ഏതാണ്?
നമ്മൾ ധാരാളം ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ്. കാരകമില്ലാത്ത വിഭക്തിയാണ് സംബന്ധിക. സംബന്ധിക, കാരകം ഇല്ലാത്ത വിഭക്തി. എന്താണ് കാരകം? നാമപദത്തെ ക്രിയാപദങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് കാരകം. കാരകമില്ലാത്ത വിഭക്തി സംബന്ധിക. പഠിച്ചു വെക്കണം. നിരന്തരം കേട്ടിട്ട് സാധ്യത പുലർത്തുന്ന ഒരു ചോദ്യമാണിത്. കാരകമില്ലാത്ത വിഭക്തി സംബന്ധിക. അടുത്തത് അളവിനെ കുറിക്കുന്ന ഭേദകം ഏത് എന്നാണ്. പാരിമാണിക ഭേദകമാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ സി ആണ് പാരിമാണിക ഭേദകം. അപ്പോൾ അളവിനെ കുറിക്കുന്ന ഭേദകം പാരിമാണിക ഭേദകം. അളവിനെ കുറിക്കുന്ന ഭേദകം പാരിമാണിക ഭേദകം. പാരിമാണം അളവ്. അടുത്ത ചോദ്യം, മിടുക്ക് ഏത് നാമവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മിടുക്ക് ഏത് നാമവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരമായി വരുന്നത് ഗുണനാമമാണ്. ഗുണനാമം. മക്കളെ, മിടുക്ക് ഏത് നാമത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് ഗുണനാമമാണ്. എന്തിൻ്റെയെങ്കിലും ഒരു ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം. സൗന്ദര്യം, മിടുക്ക്, അഴക്, സാമർത്ഥ്യം, ദയ, കരുണ, വാത്സല്യം, തിന്മ എന്നുള്ളതൊക്കെ ഗുണനാമങ്ങളാണെന്ന് മനസ്സിലാക്കണം. എന്തിൻ്റെയെങ്കിലും ഒരു ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം. അപ്പോൾ മിടുക്ക് എന്നുള്ളത് ഇവിടെ ഗുണനാമത്തിൽ ഉൾപ്പെടുന്നു. അടുത്തത്, കഥകളിക്ക് ഉപയോഗമില്ലാത്ത വാദ്യം ഏതാണ്? കഥകളിക്ക് ഉപയോഗമില്ലാത്ത വാദ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യമാണ് കൊമ്പ്. കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഏത്? കൊമ്പാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ആദ്യമേ സൂചിപ്പിച്ചു, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലെ ഏത് നഗരത്തെയാണ് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്? കേരളത്തിലെ ഏത് നഗരത്തെയാണ് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, കോഴിക്കോടാണ്. ഓപ്ഷൻ സി, കോഴിക്കോടാണ് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയായി കണക്കാക്കുന്നത് ഏത്? നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയായി കണക്കാക്കുന്നത് ഏത്? ഓപ്ഷൻ എ, കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികമാണ് നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതിയായി കണക്കാക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതെന്ന് ചോദിച്ചാലും കല്യാണ സൗഗന്ധികമാണ്. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നുള്ളതിൽ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. ഇതിൻ്റെ കർത്താവ് കുഞ്ചൻ നമ്പ്യാരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കിളിപ്പാട്ട് വൃത്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കിളിപ്പാട്ട് വൃത്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിൽ ഉത്തരമായി വരുന്നത് നദോന്നതയാണ്. ഓപ്ഷൻ എ ആണ് നദോന്നത. നദോന്നത ഏതു തരം വൃത്തമാണ് എന്ന് ചോദിച്ചാൽ അത് വഞ്ചിപ്പാട്ട് വൃത്തമാണ്. വഞ്ചിപ്പാട്ട് വൃത്തമാണ് നദോന്നത. കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നുള്ളത് കിളിപ്പാട്ട് വൃത്തമാണ്. കേക, കാകളി, കളകാഞ്ചി, അന്നനട കിളിപ്പാട്ട് വൃത്തമാണ്. നദോന്നത വഞ്ചിപ്പാട്ട് വൃത്തമാണ്. ചോദ്യം ഇതായിരുന്നു, കിളിപ്പാട്ട് വൃത്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന്. ഉത്തരം നദോന്നത. അടുത്തത്, കമ്പി, കഴുത്ത്, വാൽക്കമ്പി തുടങ്ങിയ പ്രാസങ്ങൾ ഏത് തരം പാട്ടിലാണ് കാണപ്പെടുന്നത്? കമ്പി, കഴുത്ത്, വാൽക്കമ്പി തുടങ്ങിയ പ്രാസങ്ങൾ ഏതു തരം പാട്ടിലാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം, മാപ്പിളപ്പാട്ടിലാണ് കമ്പി, കഴുത്ത്, വാൽക്കമ്പി എന്നിവ കാണപ്പെടുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഇത്തരം ചോദ്യങ്ങൾ കേട്ടിട്ടുകളിൽ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത പുലർത്തുന്നതാണ്. എഴുതി വെച്ച് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചതാര്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചത് ആര് എന്നാണ്. വി ഷിനിലാലാണ് ഉത്തരം. വി ഷിനിലാലിൻ്റെ സമ്പർക്കക്രാന്തി എന്നുള്ളതാണ് കേരള സാഹിത്യ അക്കാദമിയും വയലാർ അവാർഡും നിങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചതാര്? വി ഷിനിലാൽ. അടുത്ത ചോദ്യം, തൊട്ടപ്പൻ എന്ന ചെറുകഥ രചിച്ചതാര്? തൊട്ടപ്പൻ എന്ന ചെറുകഥ രചിച്ചതാര്? ഫ്രാൻസിസ് നൊറോണയാണ് ഉത്തരം. തൊട്ടപ്പൻ എന്ന ചെറുകഥ രചിച്ചത് ഫ്രാൻസിസ് നൊറോണ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? വാഴയില,
തളിരില, കണ്ണീർ, വാഴക്കുല. എല്ലാവർക്കും അറിയാം വാഴ പ്ലസ് ഇലയാണ് വാഴയിലയായി മാറുന്നത്. വാഴ പ്ലസ് ഇല, വാഴ പ്ലസ് ഇലയാണ് വാഴയിലയായി മാറുന്നത്. ഴ നോക്കുന്നു, അതുപോലെ ഇവിടെ ഉണ്ട് ലായുടെ മുന്നിൽ ഇവിടെ ചിഹ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യകാരം ആഗമിക്കുന്നു, യകാരം ആഗമിക്കുന്നു. യാ എന്നുള്ള അക്ഷരം പുതിയതായിട്ട് വരുന്നു, അതുകൊണ്ട് വാഴയില ആഗമസന്ധിയാണ്. തളിരില എന്ന പദം വിഗ്രഹിച്ചാൽ തളിര് പ്ലസ് ഇലയാണ് തളിരില എന്നായി മാറുന്നത്. സംവൃതോകാരം അഥവാ ചന്ദ്രക്കല നഷ്ടപ്പെടുന്നത് കൊണ്ട് അത് ലോപസന്ധിയാണ്. കണ്ണീർ എന്നുള്ള പദം പിരിക്കുന്നത് കൺ പ്ലസ് നീർ എന്നാണ്. ഇവിടെ നകാരം ന എന്നുള്ളത് പോയി ന എന്ന് വരുന്നത് കൊണ്ട് ആദേശസന്ധിയാണ്. വാഴക്കുല, വാഴ പ്ലസ് കുല, കകാരം ഇരട്ടിക്കുന്നത് കൊണ്ട് ദ്വിത്വസന്ധിയാണ്. അപ്പോൾ ആഗമസന്ധിക്ക് ഉദാഹരണം എന്നാണ് ചോദ്യം. ആഗമസന്ധിക്ക് ഉദാഹരണമായി വരുന്നത് ഓപ്ഷൻ എ വാഴയില. അടുത്ത ചോദ്യം, വീരരസത്തിൻ്റെ സ്ഥായീഭാവം ഏതാണ്? ഓരോ രസത്തിനും ഓരോ സ്ഥായീഭാവങ്ങളുണ്ട്. വീരം, വീരത്തിൻ്റെ രസം, വീരം വരുമ്പോൾ എന്താണ്? നമ്മൾ ചാടി തമർക്കുക ചെയ്യുക. അപ്പോൾ വീരത്തിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ്, ഉത്സാഹമാണ്. വീരരസത്തിൻ്റെ സ്ഥായീഭാവം ഏത് എന്നുള്ളതിന് ഉത്തരം ഉത്സാഹം എന്നുള്ളതാണ്. ഇനി അടുത്തത് വരുന്നു, വയലാർ അവാർഡ് നേടിയ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ഏതാണ്? വയലാർ അവാർഡ് നേടിയ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം, ജീവിതം ഒരു പെൻഡുലം എന്നുള്ളതാണ്. വയലാർ അവാർഡ് നേടിയ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. അടുത്ത ചോദ്യം, ഒന്നാം രണ്ടാം മൂന്നാം, ഒന്നാം രണ്ടാം മൂന്നാം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഇത് തദ്ധിതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സംഖ്യയോടൊപ്പം ആം എന്നുള്ള പ്രത്യയം ചേർത്താൽ പൂരണി തദ്ധിതമാണ് എന്ന് നമ്മൾ ക്ലാസ്സിൽ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് പൂരണി തദ്ധിതമാണ്. സംഖ്യയോടൊപ്പം ആം വന്നാൽ പൂരണി തദ്ധിതം. ഒന്നാം പാഠം എന്നും ഒന്നാമൻ എന്ന് വന്നാലും ഒന്നാമത്തെ എന്ന് വന്നാലും സംഖ്യ പ്ലസ് ആം ആദ്യത്തിൽ കാണുന്നുണ്ടോ അത് പൂരണി തദ്ധിതം ആയിരിക്കും. അപ്പോൾ ഒന്നാം രണ്ടാം മൂന്നാം പൂരണി തദ്ധിതത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, കേരള സംഗീത നാടക അക്കാദമിയുടെ മാസിക ഏത്? കേരള സംഗീത നാടക അക്കാദമിയുടെ മാസിക താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മാസികയാണ് കേളി എന്നുള്ളത്. കേളിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മാസിക. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ മാസികയാണ് പുലി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഇതാണ് ഗ്രന്ഥാലോകം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ് വിജ്ഞാന കൈരളി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വിജ്ഞാന കൈരളി, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വിജ്ഞാന കൈരളി. കേരള സംഗീത നാടക അക്കാദമി കേളി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥാലോകം. കേരള ഫോക്ക്ലോർ അക്കാദമി പുലി. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം അല്ലെങ്കിൽ മാസിക ഏതാണെന്ന് ചോദിച്ചാൽ തളിരാണ് കേട്ടോ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിര് ഓർത്തു വെക്കണം. കേട്ടറ്റിലെ നിറസാന്നിധ്യമായ ചോദ്യങ്ങളിൽ ഒന്നാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിര് മാസിക. അടുത്ത ചോദ്യം, ബന്ധുര കാഞ്ചന കുട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. വള്ളത്തോളിൻ്റെ ഏതു കവിതയിലാണ് ഈ വരികളുള്ളത്? ബന്ധുരക്കാഞ്ചന കുട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. വള്ളത്തോളിൻ്റെ ഏതു കവിതയിലാണ് ഈ വരികളുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, കിളിക്കൊഞ്ചൽ എന്നാണ്. കിളിക്കൊഞ്ചൽ ഉത്തരം വരുന്നത് കിളിക്കൊഞ്ചൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് തൂലികാനാമമാണ് ONV കുറുപ്പ് ഉപയോഗിച്ചിരുന്നത്? താഴെ പറയുന്നവയിൽ ഏത് തൂലികാനാമമാണ് ONV കുറുപ്പ് ഉപയോഗിച്ചിരുന്നത്? ബാലമുരളി എന്നുള്ള തൂലികാനാമമാണ് ONV കുറുപ്പ് ഉപയോഗിച്ചിരുന്നത്. ബാലമുരളി എന്നുള്ള തൂലികാനാമം ONV കുറുപ്പിൻ്റെതാണ്. അപ്പോൾ ഇത്തരം ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടറ്റിൽ മാർക്ക് നിർണയിക്കുന്ന വരാൻ സാധ്യത പുലർത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എയ്സിൽ
ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ കേട്ടറ്റ് തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അടുത്ത ഈ കേട്ടറ്റ് വളരെ വേഗത്തിൽ പിടിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും ആശംസിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് വിട. നന്ദി, നമസ്കാരം.